കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 137 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 137 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ബാബേൽ നദിയുടെ തീരത്തെ ഞാനിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തെ പാടുന്നത് എങ്ങനെ? ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല. എന്നാൽ യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ ബാബേലിലുള്ള പ്രവാസകാലത്ത് എഴുതിയൊരു സങ്കീർത്തനമാണ്. പ്രവാസികളായി അവിടെ എത്തിയ ആരോ ഒരാൾ എഴുതിയ സങ്കീർത്തനമാണ്. അപ്പോൾ തന്നെ ഇത് ഒരു ഇമോഷണൽ സാമാണ്. വളരെയധികം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതായത് ആ പ്രവാസികളുടെ അവിടെ ദുഃഖം, അവിടെ രോഷം, അവിടെ പ്രതീക്ഷകളെ, അവിടെ പ്രതികാര ചിന്തകളെ ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതുന്നത് അവരെ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തത് മൂലം ദൈവത്തെ അനുസരിക്കായ്ക കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ അനുസരിക്കാതെ വിഗ്രഹങ്ങളെ സ്നേഹിച്ച് അശേര പ്രതിഷ്ഠകളെയും ബാലിനെയൊക്കെ സേവിച്ച് ദൈവം എത്രമാത്രം പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചിട്ടും അത് അനുസരിക്കാതെ അവർ ജീവിച്ചപ്പോൾ യിരെമ്യാ പ്രവാചകനിൽ കൂടി യഹോവയായ ദൈവം 40 വർഷക്കാലം സംസാരിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് 40 വർഷക്കാലം യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു. എന്നിട്ടൊന്നും ഇവരനുസരിക്കാതെ ഇരുന്നപ്പോഴും ഇവരെ പ്രവാസികളായിട്ട് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. നെബൂഖദ്നേസർ രാജാവ് ഭരിക്കുന്ന കാലത്തെ ആ സമയത്ത് അവർ അങ്ങനെ പ്രവാസികളായിരിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ബാബേൽ നദി, ബാബേലിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളോ അല്ലെങ്കിൽ അതിൻ്റെ ശാഖകളോ അല്ലെങ്കിൽ കേബാർ നദി തീരത്തോ എവിടെ ഇരുന്നു കൊണ്ടാണ് അവർ ഈ സങ്കീർത്തനങ്ങൾ എഴുതുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് അവർ സിയോനെ ഓർത്തപ്പോഴാണ് അവർ കരയുന്നത്. അവരുടെ പ്രവാസ ജീവിതത്തെ ഓർത്ത് കരയുന്നതായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. അവിടെ നെബൂഖദ്നേസർ രാജാവ് അവർക്ക് വലിയ ഫ്രീഡമൊക്കെ അവിടെ കൊടുത്തിരുന്നു. അവരുടെ ഭവനങ്ങൾ പണിയുവാനും ബിസിനസ്സിൽ ഇൻവോൾവ് ആവാനും ഒക്കെ അവർക്ക് ഫ്രീഡം അവിടെ കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് യഹൂദന്മാർക്ക് അവരുടേതായ എൽഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ സിനഗോഗൊക്കെ പണിത് അവിടെ ദൈവത്തെ അവർ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ അവർ ആഴ്ചതോറും വായിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുതന്നെയല്ല അവർ ശബത്ത് ആചരിച്ചിരുന്നു. പിന്നെ അതുപോലെ അവർക്ക് യാഗങ്ങളൊന്നും കഴിക്കുവാൻ മാർഗമില്ലായിരുന്നുവെങ്കിലും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ ആ സ്പിരിച്വൽ ഐഡൻറ്റിറ്റിയും അവരുടെ ആ കൾച്ചറ്, അവരുടെ നാഷണൽ കൾച്ചറും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു വന്നിരുന്നു. എന്നാൽ അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ആ കേബാർ നദിയുടെ അവിടുത്തെ നദികളുടെ തീരത്ത് അവർ ഇരുന്നു. അവർ സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞുവെന്ന് അവർ എഴുതിയിരിക്കുന്നു. അവരവിടെ ആയിരിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാരെയൊക്കെ പ്രവാസികളായിട്ട് ഇവരോട് കൂടെ കൊണ്ടുപോയിരുന്നു. ആ കൂട്ടത്തിൽ യെഹെസ്കേൽ ഉണ്ടായിരുന്നു, ദാനിയേൽ ഉണ്ടായിരുന്നു. അപ്പോൾ യെഹെസ്കേലൊക്കെ ഇവർക്ക് പ്രത്യാശ കൊടുത്തിരുന്നു. ഒരു സമയം നമുക്ക് തിരിച്ച് നമ്മുടെ രാജ്യമായ ഇസ്രായേലിലേക്ക് നമുക്ക് പോകാൻ നമ്മളെ കർത്താവ് യഹോവയായത് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള പ്രത്യാശയൊക്കെ ഇവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് ദുഃഖം എന്തെന്ന് വെച്ചാൽ അവിടെ പ്രവാസികളായിട്ട് അവിടെ ജീവിക്കുന്നത് കൊണ്ടല്ല അവർ കരഞ്ഞത്. അവർ സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സിയോൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, എബ്രായ പദത്തിൻ്റെ അർത്ഥം അവിടെ വരുന്നത്
ലാൻഡ് ഓഫ് ഇസ്രയേൽ, ഇസ്രയേൽ നാട്, അല്ലെങ്കിൽ എരുസലേമിനെയും സിയോൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ എരുസലേമിലുള്ള വലിയ ഹില്ലിൻ്റെ അവിടുത്തെ പർവ്വതത്തിൻ്റെ പുറത്താണ് എരുസലേം ടെമ്പിൾ പണിതിരിക്കുന്നത്. അതിനെ അവിടെ സിയോൻ എന്ന് വിളിക്കും. അപ്പോൾ ആ എരുസലേം ടെമ്പിളിനെ ഓർത്ത്, അവിടെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞാൽ അത് ഹോളി പ്ലേസ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ, അവരുടെ ആ പുണ്യ സ്ഥലത്തെ ഓർത്ത് അവർ കരഞ്ഞു. അവരെന്താണ് കരയുവാൻ കാരണം? അവരുടെ പാപം നിമിത്തം യഹോവയായ ദൈവം അവർക്ക് ന്യായവിധി അയച്ചു. ന്യായവിധി അയക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ന്യായവിധി അയച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? രാജാവ് വന്ന്, നെബൂഖദ്നേസർ ബാബിലോണിയൻസ് വന്ന് ദേവാലയം നശിപ്പിച്ചു, രാജധാനി നശിപ്പിച്ചു. ദേവാലയത്തിൽ എല്ലാ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കി എല്ലാ ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയി. അതുപോലെ രാജധാനിയിലെ എല്ലാ ഉപകരണങ്ങളും അവരെടുത്തുകൊണ്ടുപോയി. എല്ലാ പ്രധാനപ്പെട്ട ഭവനങ്ങളും അവർ നശിപ്പിച്ചു. എല്ലാ വിധമായ രാജാക്കന്മാരെ, പ്രിൻസസ്, പ്രഭുക്കന്മാരെ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സമ്പത്തുള്ളവരെ, ആശാരിമാരെ, കൊല്ലന്മാരെ, എല്ലാവിധ ആൾക്കാരെയും ചെറിയവരായ കുറച്ച് പേരെ അവിടെ നിർത്തിയിട്ട് എല്ലാവരെയും അവർ പ്രവാസികളായിട്ട് അവിടെ പിടിച്ചു കൊണ്ടുപോയെന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അവർ ഓർക്കുകയാണ്, ഞങ്ങളുടെ യെരുശലേമിൽ യഹോവയായ ദൈവം നേരിട്ട് ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കിയ ആ സ്ഥലത്തെപ്പറ്റി ഓർക്കുമ്പോൾ, അവൾ ദൈവത്തെ ആരാധിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ, അവർ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ, വർഷത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരെല്ലാവരും യഹോവയുടെ ഉത്സവം ആചരിക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വന്നു. സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു. എന്നാൽ അവിടെ ഉള്ളവർ അവരോട് പറഞ്ഞു, നിങ്ങൾ സിയോനെ, അവരോട് പറയുന്നുണ്ട്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തെ പാടുന്നത് എങ്ങനെ? അവിടെ ഉള്ളവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണ്, ഇവരുടെ ശത്രുക്കളാണ്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളൊന്ന് പാട്ട് പാടിക്കേ, നിങ്ങളുടെ യഹോവയായ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ യഹോവയുടെ ഒന്ന് പാട്ട് പാടാമോ എന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണ്. അവർക്ക് അവർ ഒരുപക്ഷെ അവരെയും അവരുടെ ദൈവത്തെയും കളിയാക്കുകയായിരിക്കും. അവർ പറയുന്നത്, ഞങ്ങൾ അന്യദേശത്തെ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെയെന്ന്. അവിടെ ബാബിലോണിലൊക്കെ നദിയുടെ തീരങ്ങളിലൊക്കെ അലരി വൃക്ഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അവിടെയാണ് അവരുടെ പാട്ട് പാടുന്നതിൻ്റെ അവരുടെ ആ കിന്നരങ്ങളെയൊക്കെ അവർ തൂക്കിയിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ പറയും, നിങ്ങളൊന്ന് പാട്ട് പാടിക്കേ. അവർ പാടുന്നില്ല. ഞങ്ങൾ അന്യദേശത്തെ, ഞങ്ങളുടെ ശത്രുദേശത്തെ ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുവന്നവരുടെ മുമ്പിൽ ഞങ്ങൾ പാട്ട് പാടുന്നത് എങ്ങനെയെന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു. കഴിഞ്ഞ കാലത്തിൽ അവരുടെ സന്തോഷകരമായ ജീവിതത്തെ ഓർത്തപ്പോൾ, അവർ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഓർത്തപ്പോൾ, അവരുടെ സന്തോഷത്തെ, അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷത്തെ അവർ ഓർത്തപ്പോൾ, സിയോന് നേരിട്ട നാശത്തെയൊക്കെ ഓർത്തപ്പോൾ, അതോർത്ത് അവർ ദുഃഖിക്കുന്നതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ കരഞ്ഞു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നത്, നാം എന്തോർത്തിട്ടാണ് നാം കരയേണ്ടത്? അവരുടെ കഴിഞ്ഞ കാലത്തെ അവരുടെ അവസ്ഥ ഓർത്ത്, ഇപ്പോൾ അവരുടെ സിയോനിലെ അവസ്ഥ ഓർത്തിട്ട്, സിയോൻ്റെ നാശം ഓർത്തിട്ട്, സിയോൻ അതമ്പതിച്ച് പോയ കാര്യം ഓർത്തിട്ട് അവർ കരയുകയാണ്. അപ്പോൾ നാം ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം, നാം എന്തിനെ ഓർത്താണ് ഈ നാളുകളിൽ കരയേണ്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ആയിരിക്കുന്ന സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ സഭ. അവർ സിയോനെ ഓർത്ത് കരഞ്ഞു, അതിൻ്റെ അവസ്ഥയെ ഓർത്ത് കരഞ്ഞു. എന്നാൽ നാം എന്തിനു വേണ്ടി നാം കരയുന്നവരാണോ? കരയാൻ തക്കതായിട്ട് അവസ്ഥകളാണോ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ നമ്മുടെ കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സഭയുടെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്കെല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ്? നമ്മുടെ ഫോക്കസ് കർത്താവിങ്കിലേക്കാണോ? നമ്മളെ വിലയ്ക്ക് വാങ്ങി
നമ്മളെ ദൈവമക്കളാക്കിയ, നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കിയ കർത്താവിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറുന്നുണ്ടോ? കർത്താവിൽ നിന്ന് നമ്മൾ ഫോക്കസ് മാറി നമ്മുടെ ഫോക്കസ് ലോകത്തിലേക്കും ലോകസ്നേഹത്തിലേക്കും ആയി പോകുന്നുണ്ടോ? ഇന്ന് സഭയുടെ ഫോക്കസ് എങ്ങോട്ടാണ്? കർത്താവിങ്കിലേക്കാണോ അതോ ലോകത്തിങ്കിലേക്ക്? നാം ഉൾപ്പെട്ട് നിൽക്കുന്ന, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ, കർത്താവിൻ്റെ ശരീരമായ സഭയുടെ കാര്യമാണ്. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ്? നമ്മുടെ സ്നേഹം ആരിലാണ്? എങ്ങോട്ട്? ലോകത്തിലേക്ക്. നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, അത് പ്രകാരം ആ ലോകസ്നേഹവും ലോകവുമെല്ലാം നമ്മുടെ സഭയിൽ കയറിയിട്ടില്ലേ? ദൈവവചനം പറയുന്നത് അന്ത്യകാലത്തെ പറ്റി പറയുന്ന മനുഷ്യ സ്വസ്നേഹികൾ ആണ്. സ്വന്തത്തെ സ്നേഹിക്കുന്നവരെ, സ്വയം സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ കാര്യങ്ങൾ മാത്രം നടക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണ്, സ്വസ്നേഹികളാണ്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാണ്. ദൈവത്തോടുള്ള സ്നേഹമില്ല, സ്വയത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തോട് പ്രിയമില്ലാതെ ഭോഗപ്രിയരാണ്. പ്ലഷർ സീക്കേഴ്സ്, ഭോഗപ്രിയരായി നമ്മൾ തീരുന്നു. അതുതന്നെയല്ല, നമ്മൾ ഭക്തിയുടെ വേഷങ്ങൾ ധരിക്കുന്നു. പുറമേ നമുക്ക് ഭക്തി ഉണ്ട്, നമുക്ക് ഭക്തിയുള്ളവരാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ഫോക്കസ് മാറിയിട്ടുണ്ടോ? നമ്മൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയാണ്? കർത്താവിനുള്ള സ്നേഹത്തിൽ നാം വീണു പോയിട്ടുണ്ടോ? നമ്മുടെ ആദ്യ സ്നേഹത്തിൽ നാം വീണു പോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. അങ്ങനെയാണോ നാം ആയിരിക്കും? നമ്മുടെ സഭകൾ അങ്ങനെയൊക്കെയല്ലേ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയ, ദൈവസ്നേഹത്തിൽ നിന്ന് ലോകം അകത്ത് കയറിയ ഒരു സഭയാണ്, ലോകപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് നാം ഇന്ന് കാണുന്നത്, നമ്മുടെ മുന്നിലുള്ളത്. അതോർത്ത് നമ്മൾ കരയേണ്ടതായിട്ടുള്ള കാലമാണിത്. അതോർത്ത് നാം കരയണം. നമ്മളെല്ലാവരും അതൊക്കെ ഓർത്ത് നമുക്ക് വേദന തോന്നേണ്ടതാണ്. ദൈവവചനം സങ്കീർത്തനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രരിൽ കുറഞ്ഞിരിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദാവീദ് എഴുതിയിരിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. എപ്പോഴാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്? ദാവീദിൻ്റെ കാലത്ത് ആലയത്തിൽ നല്ലതായിട്ട് ആരാധനയൊക്കെ നടക്കുന്ന കാലമാണ്. യാഗങ്ങളെല്ലാം അതിൻ്റെ മുറയ്ക്കെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ദാവീദിൻ്റെ കാലത്ത് ചിട്ടയായി ആലയങ്ങളിൽ നടക്കുന്നുണ്ട്, യാഗങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ദാവീദ് എഴുതുന്നത്, യഹോവേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, മനുഷ്യപുത്രരിൽ വിശ്വസ്തന്മാരെ കാണാനില്ല, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തരെ കാണാനില്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു. ആരാധനയൊക്കെ ഉണ്ട്, യാഗങ്ങളൊക്കെ ഉണ്ട്, യഹോവയെ വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. പക്ഷെ ഭക്തന്മാരെ ഇവിടെ ഇന്നും അത് തന്നെയല്ലേ, എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഭക്തന്മാരുണ്ടോ? എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത് ആരാണ് ഭക്തൻ? ദൈവഭയമുള്ളവർ. എന്താണ് ദൈവഭയം? ഫിയർ ഓഫ് ഗോഡ്. എന്താണ് ദൈവഭയം? ദൈവത്തെ ബഹുമാനിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതുമാണ് ദൈവഭയം. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തികളെയാണ് ഭക്തർ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്ന സ്വഭാവമുണ്ടോ ഇന്ന്? ദൈവത്തിൻ്റെ വഴികളിലാണോ നാം ഇന്ന് നടക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കുവാൻ തയ്യാറുണ്ടോ? നമ്മുടെ സഭകളിലെല്ലാം പതിവ് പോലെ എല്ലാ കാര്യങ്ങളും മുറ പോലൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ ബഹുമാനിക്കുന്നവരായി തീരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുവാൻ എത്രമാത്രം നാം തത്രപ്പെടുന്നു? നമ്മൾ അതിന് ആഗ്രഹിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ നാം നടക്കാതിരിക്കുകയും ദൈവത്തെ നാം ബഹുമാനിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭക്തരുടെ നമ്മൾ എന്തെല്ലാം പുറമെ വേഷം ധരിച്ചാലും കർത്താവിൻ്റെ കണ്ണുകളിൽ നാം ഭക്തന്മാരുടെ കൂട്ടത്തിലല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തേക്ക് അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് തള്ളിക്കളയുന്നത്, നമ്മുടെ കർത്താവിനെയാണ് നാം തള്ളിക്കളയുന്നത്, പരിശുദ്ധാത്മാവിനെയാണ് നാം തള്ളിക്കളയുന്നത്. നമ്മളോട് സംസാരിക്കുന്ന ആത്മാവിനാൽ നമ്മളോട് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് നാം തള്ളിക്കളയുന്നത്.
യഹോവയായ ദൈവം പ്രവാചകന്മാരെ കൂടി സംസാരിച്ചപ്പോൾ അവർ പ്രവാചകന്മാരെ അതനുസരിക്കാതെ പ്രവാചകന്മാരെ അവർ കൊന്നു. അതിനുശേഷം യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു. അതിനുശേഷം കർത്താവിൻ്റെ ശേഷം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു. പിതാവായ ദൈവത്തെ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുമ്പായി സ്തേഫാനോസ് പറയുന്ന കാര്യമാണിത്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 50 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അവർ പിതാവായ ദൈവത്തിനെ തള്ളി, അവരെ പുത്രനാം ദൈവത്തിനെ തള്ളി, അവർ പരിശുദ്ധാത്മാവിനോടും മറുതലിക്കുന്നുവെന്ന്. ഇന്നും നമുക്ക് ഇത് തന്നെയല്ലേ കാണുവാൻ കഴിയുന്നത്? പിതാവാം ദൈവത്തെ തള്ളുന്നു, കർത്താവിനെ നാം തള്ളിക്കളയുന്നു. കർത്താവിനെ സ്നേഹിക്കാതെ വേണം, കർത്താവിനെ നാം തള്ളിക്കളയുന്നു, കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കാതെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിശ്വാസമില്ലാതെ പരിശുദ്ധാത്മാവിനോട് നാം മറുത്തു നിൽക്കുന്ന ഒരു കാലയളവാണ്. അങ്ങനെ ഒരു കാലമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ. അങ്ങനെയാണ് സഭ ഇന്ന് കടന്നു പോകുന്നത് എന്ന് ദൈവമക്കൾക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇന്ന് സഭകളിൽ നടക്കുന്നത്. ഇതോർത്ത് നാം കരയേണ്ട കാലമാണ്. അതുതന്നെയല്ല വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്യാഗം സംഭവിക്കുന്നു. നമുക്ക് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പലതരത്തിലുള്ള ഉപദേശങ്ങൾ പ്രചരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ പ്രചരിക്കുമ്പോൾ വിശ്വാസം നമ്മൾ അത് കേൾക്കുമ്പോൾ, അത് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ നമുക്ക് 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന്. അതുപോലെ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. പലതരത്തിലുള്ള ഉപദേശങ്ങൾ വരുന്നു, പ്രോസ്പെരിറ്റി തിയോളജി വരുന്നു, മറ്റു പലതരം ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് കർത്താവിൻ്റെ വചനത്തെ എതിർക്കുന്ന വിപരീതമായിട്ടുള്ള പഠിപ്പീലുകൾ വന്ന് മനുഷ്യരുടെ കർത്താവുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഇത് ഓർത്ത് നാം ദുഃഖിക്കുകയും വേദനപ്പെടുകയും ചെയ്യേണ്ട ഒരു കാലയളവാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കഴിയാം. കർത്താവിൻ്റെ വരവിനെ പറ്റി പറയുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ ലോകത്ത് ഇപ്പോൾ നാം കണ്ടു തുടങ്ങുന്നുണ്ട്. കർത്താവ് തൻ്റെ വരവിനെ പറ്റിയുള്ള ലക്ഷണങ്ങൾ സുവിശേഷ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകും. അതുതന്നെയല്ല സുവിശേഷം ലോകമെങ്ങും പ്രചരിക്കപ്പെടുമെന്ന് പറയുന്നു. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ അന്ത്യകാല ദുർഘട സമയം വരും, മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. അവർ വമ്പ് പറയുന്നവരും അഹങ്കാരികളും അമ്മയപ്പന്മാരെ ബഹുമാനമില്ലാത്തവരും വാത്സല്യമില്ലാത്തവരും ഏഷണിക്കാരും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ കെടുക്കുന്നവരുമായി തീരുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലോകാകമാനം നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്നാലും കർത്താവിൻ്റെ വരവിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമൂഹം തന്നെ കർത്താവിൻ്റെ വരവിൽ വിശ്വസിക്കുന്നില്ല. അത് എത്ര നാളുകൊണ്ട് അങ്ങനെ പറയുന്നു? എത്രയോ നാളെ കർത്താവ് വരുന്നു എന്ന് പറയുന്നു, ഇതുവരെ അന്ന് വന്നിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം ഇന്നും പലരും ചോദിക്കുന്നുണ്ട്. അത് തന്നെ ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരുന്നു. എല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഇരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. എത്ര നാളുകൊണ്ട് പറയുന്നു യേശു വരുമെന്ന്.
യേശുവിൻ്റെ വരവിങ്കൽ ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആർക്കും ഒരു താല്പര്യം ഇല്ല. ദൈവം കർത്താവിൻ്റെ വരവിനെ പറ്റിയോ പ്രത്യേകിച്ചും ഏത് സഭയിലുള്ളവരാണെന്ന് പറഞ്ഞാലും ഇതൊന്നും കേൾക്കുവാനും വിശ്വസിക്കുവാനും താല്പര്യമില്ല. ഇത് പ്രസംഗിക്കപ്പെടുന്നതും വളരെ വിരളമാണ്. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും വരുമെന്ന്. അത് അങ്ങനെ തന്നെ നടക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ആ കർത്താവിൻ്റെ വരവിൽ വിശ്വസിക്കുന്നില്ല, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല, പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നു. ഇതെല്ലാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർത്ത് ഇങ്ങനെയുള്ള ഒരു സഭാ കാലയളവാണ് ഇപ്പോൾ നമ്മളിലുള്ളത്. ഇതെല്ലാം ഓർത്ത് നമ്മളെ വേദനപ്പെടുകയും നമ്മൾ കരയുകയും ചെയ്യേണ്ട ഒരു കാലമാണിത്. അപ്പോൾ തന്നെ കർത്താവിനും ദൈവവചനത്തിനും കർത്താവിൻ്റെ വേലയ്ക്കെല്ലാം എല്ലാം എത്രമാത്രം താല്പര്യം എല്ലാവർക്കുമുണ്ട്. ഇത് ഓണത്തിൻ്റെ സമയമാണല്ലോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഓണത്തിൻ്റെ സമയത്ത് ഈ ഓണവാര വേലയെന്ന് പറഞ്ഞു ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ആ വീക്കിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഓണവാര വേലയ്ക്ക് പോകും. അപ്പോൾ പ്രത്യേകം പറയും സൺഡേ സ്കൂൾ കുട്ടികളെല്ലാം വരണമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ആരെങ്കിലും ഒരാൾ നിന്നുകൊണ്ട് ദൈവവചനം സുവിശേഷം പറയും. അപ്പോൾ ചുറ്റുപാടുള്ളവരൊക്കെ അടുത്ത് വന്ന് അത് കേൾക്കും, ട്രാക്സൊക്കെ കൊടുക്കും. ഞങ്ങളും അവിടെ ഇരുന്ന് അതൊക്കെ കേൾക്കുമായിരുന്നു. ഇന്ന് നമ്മളെങ്ങനെയാണ് ഓണവാര വേല ചെയ്യുന്നത്? ഇന്നെങ്ങനെയാണ് ഓണത്തിൻ്റെ സമയമാകുമ്പോൾ അത്തപ്പൂയിടിയിൽ തിരുവാതിര കളി, ഓണസദ്യ, ഇതൊക്കെയാണ് ഇന്ന് സഭകളിൽ നടക്കുന്നുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സഭയുടെ പോക്കുകളൊക്കെ എങ്ങോട്ടാണ് നമ്മുടെ സഭ ഇന്ന് പോകുന്നത്? നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട കാലമല്ലേ ഇത്? ദുഃഖിക്കേണ്ട കാലമല്ലേ ഇത്? കരയേണ്ട കാലമല്ല ഇത്? മലാഖി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മലാഖി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ നിങ്ങളുടെ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ഞാൻ അപ്പനാണോ? ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എന്തിയേ? നമ്മൾ പിതാവേ ദൈവമേ, പിതാവാൻ ദൈവമേ എന്നോർത്ത് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, എൻ്റെ പിതാവേ. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനം എവിടെ? ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ, യജമാൻ, ലോർഡ്, മാസ്റ്റർ, കർത്താവേ കർത്താവേ നമ്മൾ വിളിക്കുമല്ലോ. ഞാൻ നിങ്ങളുടെ കർത്താവാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ മാസ്റ്റർ ആണെങ്കിലും എന്നോടുള്ള നിങ്ങളുടെ ഭക്തി എവിടെയെന്ന് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലോകം നമ്മുടെ സഭയിൽ കയറിയിരിക്കുന്നു, സഭയിൽ കയറിയിരിക്കുന്നു. സുവിശേഷത്തോടുള്ള നമ്മുടെ താല്പര്യം, സുവിശേഷം മറ്റുള്ളവരുടെ ഇടയിൽ പറയണമെന്നുള്ള താല്പര്യങ്ങളെല്ലാം മിക്ക സഭകളിലും കുറഞ്ഞു വരികയാണ്. ഇതെല്ലാം ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരു കാലമാണ്. അതുതന്നെയല്ലേ ക്രിസ്തീയ ഭവനങ്ങളിൽ ജനിച്ചവർ തന്നെ ദൈവമില്ലാത്തവരായും മറ്റുള്ള മ്ലേച്ഛകരമായ സ്വഭാവങ്ങൾക്കെല്ലാം ഇന്ന് അടിമപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ തന്നെ പള്ളിക്ക് പുറത്ത് അവർക്ക് വേറൊരു സ്വഭാവമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവരെ പറ്റിയൊക്കെ കേൾക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഓർത്ത് നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ നമ്മൾ കരയേണ്ട കാലയളവാണിത്. അവരെ ഓർത്ത് ദൈവമില്ലാത്തവരെ, ക്രിസ്തീയ ഭവനങ്ങളിൽ ജനിച്ചവരുടെ കാര്യമാണ്. ദൈവമില്ലാത്തവരായി എന്നാൽ എല്ലാവരും പള്ളിയിലേക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ദൈവമായിട്ടുള്ള ബന്ധം ആർക്കുമില്ല. അങ്ങനെ ഒരു കാലയളവാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതുതന്നെയല്ല, നമ്മുടെ വിടുതലിന് വേണ്ടി ധാരാളം പേര് ദൈവവചനത്തിന് പുറകെ ക്രൂസൈഡുകൾക്കൊക്കെ പുറകിലൊക്കെ പോകുന്നുണ്ട്. അനുഗ്രഹങ്ങൾ വേണം, വിടുതലുകൾ വേണം. എന്നാൽ അനുഗ്രഹങ്ങളും വിടുതലുകളൊക്കെ പ്രാപിക്കുമ്പോൾ പിന്നെ ദൈവത്തെ അങ്ങ് മറന്നു കളയും. അല്ലെങ്കിൽ വിടുതൽ ലഭിച്ചില്ല എങ്കിലും ദൈവത്തെ അങ്ങ് തള്ളിക്കളയും. എന്നാൽ ദൈവവചനം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ നിങ്ങൾ ഭയപ്പെടുവീൻ. നമ്മുടെ ദേഹിയെ കൊല്ലാതെ ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. എന്നാൽ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ആ ദൈവത്തെ ഭയപ്പെടുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. അനുഗ്രഹങ്ങൾ ലഭിച്ചാലും കർത്താവെ
അനുഗ്രഹങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിലും ദൈവമേ നിന്നെ തള്ളിപ്പറയുവാൻ എന്നെ ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സഭാ കാലയളവിൻ്റെ അവസാന സഭ വരുന്ന ലവോദിക്യ സഭ റെവലേഷൻ 3-ാം അധ്യായത്തിൽ ഉണ്ടല്ലോ. ആ ലവോദിക്യ സഭയെപ്പറ്റി സഭാ കാലയളവിൻ്റെ അവസാന സമയം സഭയൊക്കെ അങ്ങനെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആ സഭ വളരെ സമ്പന്നമായ സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു സഭയാണ് ലവോദിക്യ സഭ. ലവോദിക്യ എന്നുള്ള സ്ഥലത്ത് വളരെ സമ്പന്നതയുള്ള സ്ഥലം. അതുകൊണ്ട് സഭയിലും ആ സമ്പന്നത കയറിയിട്ടുണ്ട്. അവർക്ക് ഒന്നിനും കുറവില്ല. ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ധാരാളം കളക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്കൊന്നിനും കുറവില്ല. എല്ലാം അവിടെ ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾ ധനവാനാണ്. നമുക്ക് റെവലേഷൻ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നാണ് അവർ. ഞങ്ങൾ ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. അവർക്കെല്ലാം മതിയുണ്ട്. ധാരാളം കളക്ഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ധാരാളം ഇൻകം അവർക്കുണ്ട്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പലതരം പ്രോഗ്രാംസ് അവർ നടക്കുന്നുണ്ട്. എല്ലാത്തിലും അവർ ഭാഗഭാക്കുകളാകുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ അവർ പെട്ടെന്ന് പോയി അത് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ക്രിസ്ത്യാനികളായി അവർ ജീവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അവരെ നോക്കിയിട്ട് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ശീതവാനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ശീതവാനും ഉഷ്ണവാനും അല്ലാതെ നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്ന് അവർ പറയുന്നു. ഞങ്ങൾ സമ്പന്നരാണ്. എന്നാൽ കർത്താവ് അവരെ നോക്കി പറയും. 3:17 നമുക്ക് വീണ്ടും കാണാൻ കഴിയും. 3-ാം അധ്യായത്തിന് കർത്താവ് അവിടെ പറയുന്നുണ്ട്, നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന അറിയാതിരിക്കയാൽ. അവൻ പറയുന്നു, ആ സഭ പറയുന്നു ഞങ്ങൾ സമ്പന്നരാണെന്ന്. ഇന്ന് പല സഭകളൊന്നും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ധാരാളം സമ്പത്ത് ഞങ്ങൾക്കുണ്ട്. എന്നാൽ കർത്താവ് നോക്കി പറയുന്നു, കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ദരിദ്രരും കുരുടരും നഗ്നരുമാണ്. ദരിദ്രരും കുരുടരും നഗ്നനും നിർഭാഗ്യവാനുമാണ്. അവർക്കെല്ലാം ഉണ്ടെങ്കിലും ആത്മീയ പോഷണം അവർക്ക് ലഭിക്കുന്നില്ല. കർത്താവുമായിട്ടൊരു ബന്ധമില്ല. അവർക്ക് ആത്മീയ പോഷണം, ആത്മീയമായി അവർ നഗ്നരാണ്. അവർ നഗ്നതയോട് പാപത്തെയാണ് നഗ്നത കാണിക്കുന്നത്. അവരിൽ തന്നെ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണ്. കോംപ്ലസൻസി, അവരുടെ പ്രൈഡ്, അവരുടെ അഹങ്കാരവും ആ സംതൃപ്തിയൊക്കെ ഉള്ളപ്പം നമ്മുടെ ആത്മീയമായ നഗ്നതയെ നമുക്ക് മനസ്സിലാക്കത്തില്ല. അവരിൽ തന്നെ തൃപ്തരായിരിക്കുകയാണ്. അതുപോലെയാണ് ഇന്ന് പല സഭകളും. തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അതുകൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുന്ന ഒരു സഭയാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത്. ആ സഭയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണുകയില്ല പ്രിയപ്പെട്ടത്. എത്ര സമ്പന്നതയുള്ള സ്ഥലമാണെങ്കിലും ആ സഭയിൽ അഹങ്കാരവും സംതൃപ്തിയോടെ ഇരിക്കുന്ന സഭയാണെങ്കിൽ, ആ സഭയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമില്ല എങ്കിൽ, ദൈവസ്നേഹമില്ല എങ്കിലും, ആത്മീയമായി വളരുന്നില്ല എങ്കിൽ, വചനം അവിടെ ശരിയായ വിധത്തിൽ ഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ, കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കെല്ലാം ഉണ്ടെങ്കിലും നീ നഗ്നനും കുരുടനും ദരിദ്രനും ആണെന്ന് കർത്താവ് നോക്കി പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടമാണ് നമ്മുടെ സഭയെങ്കിൽ, അങ്ങനെയുള്ളൊരു കൂട്ടമാണ് നമ്മളിന്ന് കളതിനെ ഓർത്ത് നമുക്ക് വേദനപ്പെടാം, നമുക്ക് കരയാം. കർത്താവിൻ്റെ ആ ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ ചെയ്യുന്നവരാണോ? ദൈവത്തിൻ്റെ ആ കർത്താവ് തന്ന അവസാനം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? സുവിശേഷമെങ്ങും ലോകമെങ്ങും പ്രചരിക്കുവാൻ അത് നല്ല പ്രാർത്ഥിക്കുന്നവരാണോ സഭയിന്ന്? സഭയുടെ പ്രാർത്ഥനയുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് സഭയിന്ന്? അപ്പോൾ ഇതിനെല്ലാം കുറവുകൾ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭയ്ക്കുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേദനപ്പെടാം, നമുക്ക് കരയാം. ദൈവത്തെ സിയോനെ ഓർത്ത് ഇസ്രായേൽ മക്കൾ കരഞ്ഞതുപോലെ നമുക്കും ദൈവമുമ്പാകെ നമുക്കും കരയാം. അങ്ങനെ കരഞ്ഞ് 1-2 പേരെ ഈ വചനത്തിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവ് പെർഷ്യൻ രാജധാനിയിലെ രാജാവിൻ്റെ കപ്പ് ബെയറായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ യെരുശലേമിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. യെരുശലേമൊക്കെ നശിച്ചു, യെരുശലേമിലുള്ളവരെയൊക്കെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോയി. അവരുടെ കാര്യങ്ങളൊക്കെ നെഹമ്യാവ് ഒന്ന് അന്വേഷിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ, 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. നെഹമ്യാവ് യെരുശലേമിനെ പറ്റി അന്വേഷിച്ചു. അവിടെ കുറച്ച് യഹൂദന്മാർ ബാക്കിയുണ്ട്, അവരുടെ കാര്യം എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടായി. തൻ്റെ രാജ്യമായ യെരുശലേമിലല്ല, അയാൾ ജനിച്ചത്
പേർഷ്യയിലാണ്. എന്നാലും യെരുശലേം പറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്: യഹൂദ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തൻ്റെ യെരുശലേം പറ്റി, സിയോനെ പറ്റി ചോദിച്ചപ്പോൾ ഈ സിയോൻ മുഴുവനും കഷ്ടത്തിലാണ്. ആ ജനങ്ങളെല്ലാം കഷ്ടത്തിലും അപമാനത്തിലുമാണ്. അത് മുഴുവനും ചുട്ടെരിഞ്ഞു, അതിൻ്റെ മതിലുകളെല്ലാം പൊളിഞ്ഞു, അതിൻ്റെ വാതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ ഹല്ലേലൂയ, നെഹമ്യാവിരുന്ന് കരഞ്ഞു. നെഹമ്യാവ് ദുഃഖിച്ചു. നെഹമ്യാവ് പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടെ ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്ത് സംഭവിച്ചു? നെഹമ്യാവിന് ആ ദേശത്ത് യെരുശലേമിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ തീർക്കുവാൻ അവിടുത്തെ പേർഷ്യൻ രാജാവ് നെഹമ്യാവിനോട് ഫേവർ കാണിച്ചു. നെഹമ്യാവിന് അനുവാദം കൊടുത്തു. നെഹമ്യാവ് 4 മാസക്കാലം പ്രാർത്ഥിച്ചതിന് ശേഷം നെഹമ്യാവ് രാജാവിനെ കണ്ടപ്പോൾ അവിടെ പോയി വേല ചെയ്യുവാൻ നെഹമ്യാവിനെ രാജാവ് അനുവദിച്ചു. നെഹമ്യാവിന് സങ്കടം തോന്നി, തൻ്റെ ദേശം കഷ്ടത്തിലായിരുന്നു കണ്ടപ്പോൾ. എന്നാൽ അവന് കഷ്ടം തോന്നി. ഈ കാര്യം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നെഹമ്യാവിനെ അയച്ച് യെരുശലേമിൻ്റെ മതിൽ പണിയുന്ന ഒരു കാഴ്ചയാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണാൻ കഴിയുന്നത്. അതുപോലെ എസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരെ കൊല്ലുവാൻ അവിടുത്തെ രാജാവ് കൽപ്പനയിട്ടപ്പോൾ എസ്തർ രാജ്ഞി എന്ത് ചെയ്തു? എസ്തർ രാജ്ഞി ഒരു തീരുമാനമെടുത്തു. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത്, എസ്തർ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, അങ്ങനെ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. തന്നെ യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ പോകുന്നു എന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ എസ്തർ രാജ്ഞി ഒരു തീരുമാനമെടുത്തു. നിയമപ്രകാരം രാജാവിൻ്റെ സന്നിധി ചെല്ലാൻ പറ്റത്തില്ല. ജനങ്ങളോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. 3 ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിയമപ്രകാരം അല്ല എങ്കിലും അവൾ രാജാവിൻ്റെ അടുക്കൽ ഇക്കാര്യം പറയാൻ പോയി. രാജാവ് പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി അവളെ അംഗീകരിച്ചു. അവൾ പറഞ്ഞതിന് രാജാവ് അംഗീകരിച്ചു. ആ യഹൂദന്മാരെ കൊന്നു. അവളവിടെ രാജപദവി അവിടെ മാറ്റിവെച്ചു. രാജസിംഹാസനം അതൊന്നും അവൾ ഓർത്തില്ല. അവളുടെ കംഫർട്ട് സോൺ അവൾ മാറ്റിവെച്ചു. എന്നിട്ട് ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് ചെന്ന് രാജാവിനെ കാണുവാൻ ചെന്നു. രാജാവ് അവളുടെ അപേക്ഷ പ്രകാരം യഹൂദന്മാരെ കൊന്നൊടുക്കുന്നതിൽ നിന്ന് രാജാവെ പിന്മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭകൾ ഏതു തരത്തിലാണ്? നാം കരയുന്നവരാണോ? നാം കരയാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ദൈവം അതിനൊരു പോംവഴി കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ഈ ദൈവിക സത്യങ്ങൾക്ക് വിലയില്ലാത്ത ഈ കാലയളവിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ഉപവാസത്തോടുകൂടി കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ അവസ്ഥയെ മനസ്സിലായി, ഇന്ന കാര്യങ്ങളാണ് കർത്താവെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലുള്ളത്. ദൈവമേ, അതിനെ മാറ്റി ദൈവഇഷ്ടപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നമ്മുടെ സഭകളിലെല്ലാം ഒരു ഉണർവുണ്ടാവാൻ, ചെയ്യുന്ന പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുവാൻ, ശരിയായ രീതിയിൽ നമ്മുടെ അധ്യക്ഷന്മാർ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈവത്തിൻ്റെ സത്യവചനം അനുസരിച്ച് സഭ മുന്നോട്ട് പോകുവാനെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സിയോനെ ഓർത്ത് ഇസ്രായേൽ മക്കൾ കരഞ്ഞതുപോലെ നമുക്കും നമ്മുടെ സഭയുടെ അവസ്ഥയെ ഓർത്ത് നമുക്ക് കരഞ്ഞ് ദൈവസന്നിധി നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തൊരു ദൈവത്തെ അറിയും. വിഗ്രഹങ്ങളെ സേവിക്കുന്നവർ അതിൽ നിന്ന് മാറി സത്യദൈവത്തെ സേവിക്കുവാൻ തുടങ്ങും. അനേക കർത്താവിനെ അറിഞ്ഞ് ദൈവമക്കളായി ദൈവരാജ്യത്തിന് നിത്യമായ നാശത്തിൽ നിന്ന് മാറി ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസത്തിലായിരിക്കും. അവരുടെ പ്രവാസം ഓർത്തല്ല അവർ കരഞ്ഞത്. അവരോർത്ത് സിയോനെ ഓർത്തപ്പോൾ, സിയോൻ്റെ അവസ്ഥയെ ഓർത്ത് അവർ കരഞ്ഞതുപോലെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശരീരമായ സഭയെ ഓർത്ത് പ്രിയപ്പെട്ടവരെ നമുക്കും കരയാം. ദൈവമേ, ശരിയായ രീതിയിൽ ഞങ്ങളുടെ സഭകളെ നയിക്കണം. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം.
കർത്താവെ, നിൻ്റെ വരവിങ്കൽ ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ്, നമ്മുടെ ആത്മമണവാളനായ കർത്താവ് കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു മണവാട്ടിയെ കൊണ്ടുപോകാനാണ് വരുന്നത്. അങ്ങനെ ഇങ്ങനെയും ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. കറയും ചുളുക്കവും ഇല്ലാത്ത നിർമ്മല കന്യകയായിട്ടുള്ള ഒരു മണവാട്ടിയെ തേടിയാണ് മണവാളൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് ദുഃഖിക്കുന്നിടത്ത് നമുക്കും ദുഃഖിക്കാം. കർത്താവ് വേദനിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്കും വേദനിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിയോനെ ഓർത്തപ്പോൾ ബാബിലോണിലുള്ള യഹൂദ പ്രവാസികൾ കരഞ്ഞു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളും എന്തിനു വേണ്ടി കരയുന്നു? ഞങ്ങൾ പലതിനു വേണ്ടിയും കരയുന്നവരാണ്. പല സ്ഥാനത്തും കർത്താവ് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ കരയുന്നുണ്ട്. അതെല്ലാം വേണം കർത്താവ്. എന്നാൽ അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, ന്യായമായ കാര്യങ്ങൾ ഞങ്ങൾ കരയണം. എന്നാൽ കർത്താവ്, സിയോനെ ഓർത്ത് കരയുവാൻ, കർത്താവ് സഭയെ ഓർത്ത്, സഭ ശരിയായിട്ട് രീതിയിലല്ല എങ്കിൽ അവസ്ഥയെ ഓർത്ത്, കർത്താവെ അതെല്ലാം ഓർത്ത് ഞങ്ങളെ തന്നെ ഓർത്ത് കരയുവാൻ, ഹല്ലേലൂയ, ഒരു തിരിച്ചുവരവ് ഞങ്ങളിൽ ഉണ്ടാകുവാൻ, എല്ലാവർക്കും ഉണ്ടാകുവാൻ കർത്താവോട്, കർത്താവിനെ അറിഞ്ഞ എല്ലാ വ്യക്തികൾക്കും അതുണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. അതോർത്ത് കരയുവാനും പ്രാർത്ഥിക്കാനുമല്ല ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.